പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം മഹിളാ സമ്മേളന വേദിയിലേക്ക് നടന്നു വരുന്ന കാഴ്ച, ഇരുവശത്തും കൂടി നിൽക്കുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച. കഴിഞ്ഞ തവണ അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയുണ്ടായി. ആ രീതിയിലേക്കുള്ള റോഡ് ഷോയിലേക്കൊക്കെ തൃശ്ശൂർ കടക്കുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കാണാം 2 ലക്ഷത്തിലേറെ സ്ത്രീകൾ മഹിളാ സമ്മേളന വേദിയിൽ പങ്കെടുക്കുമ്പോൾ അതിലും എത്രയോ ഇരട്ടി BJP പ്രവർത്തകരുടെ, പുരുഷ പ്രവർത്തകരുടെ പ്രാതിനിധ്യം അതിന് തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. വേദിയിലേക്ക് പ്രവേശനമില്ല എങ്കിൽ പോലും ആ രീതിയിലുള്ള വലിയ പങ്കാളിത്തം ഉറപ്പാക്കാൻ BJP കഴിഞ്ഞിരിക്കുന്നു. അത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂര് എന്ന് പറയുന്ന മണ്ഡലം എന്തുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള മണ്ഡലമായി മാറുന്നത്? സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം, സുരേഷ് ഗോപി എന്ന നേതാവ് കഴിഞ്ഞ സമയങ്ങളിൽ തൃശ്ശൂർ മണ്ഡലവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പലതവണ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് ഇത്തവണ വോട്ടായി മാറുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുതൽ കൂട്ടാക്കാൻ സാധിക്കാതിരുന്ന വിജയം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പ്രതീക്ഷ പലപ്പോഴായി അവർ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ട് തുടങ്ങണം വിജയത്തിന്റെ പാത. ഒരു അക്കൗണ്ട് തുറക്കുന്നതിലൂടെ ആ ഒരു വലിയ പാതയിലേക്ക് प्रधानमंत्री के सामने हम देख सकते हैं कि फूलों की वर्षा के साथ साथ फूलों का कारपेट भी बिछा जैसा नजर आ रहा है। പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശൂർ മണ്ഡലത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് BJP കടക്കുന്നതെങ്കിൽ വലിയ പ്രതീക്ഷകളും വലിയ കണക്കുകൂട്ടലുകളുമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തവണയുള്ളത് എന്നുള്ള ചിത്രം കൂടി വ്യക്തമാകുകയാണ്. അക്കൗണ്ട് തുറക്കുമോ BJP എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് തങ്ങൾ ഈ ജനപങ്കാളിത്തത്തിലൂടെ എന്ന് BJP നേതാക്കൾ അവകാശപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ A ക്ലാസ് മണ്ഡലമെന്നും സ്റ്റാർ മണ്ഡലമെന്നും വിളിക്കപ്പെടുന്ന ആ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നതിൽ അത്ഭുതമില്ല എന്നുകൂടി പറയേണ്ടതായി വരുന്നു. BJPയുടെ മറ്റ് കേന്ദ്ര നേതാക്കളിൽ പലരും കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയെല്ലാം പ്രവചിക്കപ്പെടുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത BJP സ്വയം കൽപ്പിച്ചിരിക്കുന്ന മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക, അദ്ദേഹം അവിടെ ഇത്രയും അധികം സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു വേദി ഒരുക്കിക്കൊണ്ട് അതിനകത്ത് അദ്ദേഹം സംസാരിക്കുക എന്നുള്ളതെല്ലാം ഉണ്ട്. ഇതിലും വലുതായി ഉറ്റുനോക്കുന്നത് കൂടുതൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുപക്ഷെ അതിൽ വലിയ പുതുമ ഇനി അവകാശപ്പെടാനില്ല. തുറന്ന വാഹനത്തിൽ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടായത് തന്നെ ഏകദേശം ആ സൂചനയായി തന്നെ രാഷ്ട്രീയമായി വിലയിരുത്താവുന്ന ഒരു സാഹചര്യമുണ്ട്. വനിതകൾക്കായുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിരിക്കുമോ ഇടത് സർക്കാരിനെതിരെ ഉന്നയിക്കുക? ഇതെല്ലാം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മിനിറ്റുകളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം ഇതാ മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസാരിക്കുവാനായി വേദിയിലേക്ക് കടന്നു വരികയാണ്.
ഭാരതത്തെ വിശ്വഗുരുവായി ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച രാഷ്ട്രതന്ത്രജ്ഞൻ, ലോകാരാധ്യനായ പ്രധാനമന്ത്രിക്ക് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ മണ്ണിലേക്ക് ഈ കേരളത്തിലെ വനിതാ ശക്തിയുടെ സ്വാഗതം. മൂന്ന് ലക്ഷം വനിതകൾക്ക് LPG കണക്ഷനിലൂടെ അടുക്കളകൾ ഭംഗിയാക്കി മാറ്റിയ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സുസ്ഥിര ഭവനങ്ങൾ ഒരുക്കിയ 2,39,980 ശൗചാലയങ്ങൾ കേരളത്തിലെ സ്ത്രീ ശക്തിക്കായി നിർമ്മിച്ചു നൽകിയ 36 ലക്ഷം ജൽ ജീവൻ മിഷൻ പദ്ധതികളിലൂടെ വീടുകളിൽ കുടിവെള്ളം എത്തിച്ച നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ജി വേദിയിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ഹാരാർപ്പണം നടത്തുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സുരേഷ് ഗോപി ഇതാ നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് മഹിളാ ശക്തിയുടെ സ്വാഗതം ആശംസിക്കുന്നു. तो प्रधानमंत्री नरेंद्र मोदी स्त्री शक्ति रैली को संबोधित करने के लिए पहुंचने ही വേദിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് മഹിളാ ശക്തിയുടെ സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെ സാദരം ക്ഷണിക്കുന്നു. വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി പുകൾ പാടി വരണം വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി മണ്ണിൻ പുകൾ പാടി അരുണാഭീരാഴി ജനിക്കും ഇരുമായും പുലരൊളി പടരും കനലറിയും ജനഹൃദയത്തിൽ കനിവിൻ താമരയും അരുണാഭീരാഴി ജനിക്കും ഇരുമായും പുലരൊളി പടരും കനലറിയും ജനഹൃദയത്തിൽ കനിവിൻ താമരയും
മാതൃപൂജയായി സ്വീകരിക്കും ഈ മാതൃവന്ദനായോജന. മാതേ ഭാരതാംബേ നിന്നിലെ നാരി ശക്തിക്കുണർവേകാൻ മാതൃപൂജയായി സ്വീകരിക്കും ഈ മാതൃവന്ദനായോജന. ദേവി നിന്നുടലിൽ പുരണ്ട കരികളങ്കമിതു മായ്ച്ചിടാം. വിശ്വമാകവേ തോറ്റൊലിക്കുനി നിത്യമുജ്ജലായോജനയാൻ. ദേവി നിന്നുടലിൽ പുരണ്ട കരികളങ്കമിതു മായ്ച്ചിടാം. വിശ്വമാകവേ തോറ്റൊലിക്കുനി നിത്യമുജ്ജലായോജനയാൻ. വരണം വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി മണ്ണിൻ പുകൾ പാടി. വരണം വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി മണ്ണിൻ പുകൾ പാടി.